എവിടെയും ഒരു ആശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുന്നവരായിക്കൊണ്ടാണ് നമ്മളെപ്പോഴും നിലകൊള്ളേണ്ടത് എന്നാണ് ഖുർആനും അതുപോലെ ഹദീസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇൽ പറഞ്ഞ 2 ആയത്തുകളാണ് ഞാൻ ഓതിയത്. സ്വത്ത് ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിലും അതുപോലെ യതീമായ കുട്ടികളെ പറ്റി പറയുന്ന സന്ദർഭത്തിലുമാണ് ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. ഒന്നാമത്തെ വൈദാ ഹവറൽ ഖിസ്മത ഉലുൽ ഖുർബ, സ്വത്ത് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ ഓഹരി വെക്കുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് നിങ്ങളുടെ കുടുംബക്കാരോ ഒരു യതീമുകളോ ഒരു മസാക്കീൻ അതുപോലെ തന്നെ മിസ്കീനുകൾ സാധുക്കളായവരോ കടന്നു വന്നാൽ ഫർസുഖൂഹും മിൻഹു, അവർക്കും നിങ്ങൾ അതിൽ നിന്ന് നൽകണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നിങ്ങൾ മാന്യമായ സംസാരം സംസാരിക്കണം. തുടർന്ന് പറയുന്നത് തന്റെ കാലശേഷം ദുർബലരായ കുട്ടികളെ, ദുർബലരായ മക്കളെ വിട്ടേച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കേണ്ടി വരുന്ന ആളുകൾ ഭയപ്പെടട്ടെ. തനിക്ക് ശേഷം താൻ മരിച്ചു പോയാൽ തൻ്റെ സന്തതികളായി വളരെ ദുർബലരായ കഷ്ടപ്പെടുന്ന കുറെ മക്കളെ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ പോകേണ്ടി വരുന്നതെങ്കിൽ അയാൾ പേടിക്കട്ടെ. അത്തരം ആളുകളെ പറ്റി ആ കുട്ടികൾ എങ്ങനെയാണോ ഭയപ്പെടുന്നത് അതുപോലെ അയാൾ മറ്റുള്ളവരുടെ കാര്യത്തിലും ആ മനുഷ്യന് അയാൾക്ക് ഭയമുണ്ടാകട്ടെ. അല്ലാഹു അയാളെ സൂക്ഷിക്കട്ടെ. അതുകൊണ്ട് യതീമായ മറ്റു കുട്ടികളോട് അവര് വലിയ ഖൗലൻ സദീദ, നേർക്ക് നേരെ നല്ല സംസാരങ്ങൾ സംസാരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ 2 ആയത്തിലും പറഞ്ഞു. ഒന്നാമത്തതില് സ്വത്ത് ഓരി വെക്കുന്ന സ്ഥലത്ത് സ്വത്തിനൊന്നും അർഹതയില്ലാത്ത ബന്ധുക്കളോ അതല്ലെങ്കിൽ സാധുക്കളോ യതീമായ കുട്ടികളോ അതിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അവരെയും ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. അവർക്കും സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളെ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അവർക്കും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നൽകണം. അവർക്ക് ഭക്ഷണമോ മറ്റു പല രീതിയിലും അവർക്ക് നിങ്ങൾ നൽകണം. അവിടെയും അവരെ ഒരു ആശ്വസിപ്പിക്കുന്ന രീതിയിലാകണം, അല്ലാതെ അവരെ ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് തന്റെ മുമ്പിൽ ഉള്ള യതീമായ കുട്ടികളോട് ഒരാൾക്കുണ്ടാകേണ്ട മനോഭാവം, തന്റെ മക്കൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ എന്തൊക്കെ വിഷയത്തിൽ അയാൾക്ക് പേടിണ്ടാവും. എന്റെ മക്കൾക്ക് ആരുമില്ലാത്തൊരവസ്ഥ, ദുർബലമായ മക്കൾ, ശാരീരികമായ മറ്റേതെങ്കിലും രീതിയിൽ ദൗർബല്യം അനുഭവിക്കുന്ന മക്കളാണ് എനിക്കുള്ളത്. ആ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നത്. അങ്ങനത്തെ സന്ദർഭത്തിൽ ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത വേവലാതി ഉണ്ടാവുമല്ലോ. ഏതൊരു പിതാവിനും വല്ലാത്ത വിഷമവും വേവലാതി ഉണ്ടാവും. ആ രീതിയിൽ ഒരു വേവലാതി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള യതീം കുട്ടികളോട് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളോട് നിങ്ങൾക്ക് ഉണ്ടാകണം. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് ഒരു കേവലം ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞൊരു സംഗതിയല്ല. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് നമ്മളൊരാളെ, ഒരു രോഗിയായ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അയാൾക്ക് ആശ്വാസം എങ്ങനെ പകരണം എന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചിന്ത. ഞാൻ ആ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് ഈ രീതിയിൽ നിന്നെങ്കിൽ, ആ ഒരു സന്ദർഭത്തിൽ അപ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന ഒരു ചിന്തയാണ് അവന്റെ മനസ്സിലുണ്ടാകേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചെലവഴിക്കാൻ അല്ലെങ്കിൽ നൽകാൻ കഴിയുന്നത് വരെ. ഈ ആയത്തിന്റെ നേർക്കുനേരെ അതേ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ
അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ തോട്ടം റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ തോട്ടമാണ്, അത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നു എന്ന് അങ്ങനെ മനസ്സിലാക്കിയ ആ രീതിയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ആശയം മറ്റൊരു രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എന്താണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ നൽകാൻ കഴിയണം എന്നൊരാശയം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളോട് സാധാരണ നമ്മള് ഈ സിമ്പതിയും മെമ്പതിയും എന്നൊക്കെ പറയാറുണ്ട്. സിമ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു കഷ്ടപ്പെടുന്ന ആളെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന അയാളോട് തോന്നുന്നൊരു വല്ലാത്ത അനുകമ്പയും ആ അനുകമ്പയിൽ ഉണ്ടാകുന്ന അയാളോട് തോന്നുന്ന ദയയും അതൊക്കെയാണ് സിമ്പതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിനെ കുറച്ചുകൂടി ഈ വിശാലമായ അർത്ഥത്തിൽ പറയാറുണ്ട് സാധാരണ എമ്പതി എന്ന് പറയും. എമ്പതി എന്ന് പറഞ്ഞാല് ഒരാളെ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ആലോചിക്കുക എന്നാണ്. അതാണ് യഥാർത്ഥത്തില് എന്നതിന്റെ ആശയത്തെ മറ്റു ഹദീസുകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഗതി അതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി, നമ്മൾ രോഗിയായി കിടക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ ആരോഗ്യത്തോട് കൂടിയായി നിൽക്കണം, നമുക്ക് കഷ്ടപ്പാടുണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ പ്രയാസം ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ ആ ഇഷ്ടപ്പെടാത്ത നമ്മളുടെ ആ രീതി നമ്മൾ മറ്റുള്ളവർക്കും ആഗ്രഹിക്കണം, മറ്റുള്ളവരും അങ്ങനെ തന്നെ ആകണം, അവരെ അതിന് സമാധാനിപ്പിക്കണം എന്ന ഒരു ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആശ്വസിപ്പിക്കുക എന്നതിൽ വളരെ വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സമൂഹമാണ് റസൂലും അതുപോലെ അവിടുത്തെ സഹാബാക്കളും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഹിറാ ഗുഹയിൽ ഓടി വരുന്ന സമയത്ത് ഭാര്യ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും റസൂലിനെ കൂടുതൽ വേദനിപ്പിക്കേണ്ട ചെയ്തത്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യ ആശ്വസിപ്പിച്ചു. നിങ്ങൾ അല്ലാഹു ഒരിക്കലും വിഷമിപ്പിക്കൂല, നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്ന ആളാണ്, നിങ്ങൾ അതിഥികളെ മാനിക്കുന്നവരാണ് എന്ന രീതിയിൽ ഒരു ആശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾക്ക് വിഷമിക്കുന്നവർക്ക് നൽകാൻ നന്നേ ചുരുക്കി നമുക്ക് കഴിയണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വാസദിനി ബിൽ മാൽ, എന്നെ പണം കൊണ്ട് ഒരുപാട് ആശ്വസിപ്പിച്ചവളാണ് ഈ ഖദീജ റളിയല്ലാഹു അൻഹ. പല ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ആശ്വസിപ്പിക്കാൻ കഴിയും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രയാസപ്പെടുന്ന ആളുകളെ. ഒരാളൊരു വിഷമം പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന കാര്യം അയാളെ വിഷമം കേട്ടിരിക്കാന്നുള്ളത്. അയാൾ പറയുന്നതെന്ന് കേട്ടിരുന്നാൽ തന്നെ അയാൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. അതിന് പലപ്പോഴും നമുക്ക് പല ആളുകൾക്ക് സാധിക്കില്ല. പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് വേഗം പറയും, ഇത് സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വരുന്ന മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ പെരുമാറുന്ന ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് വരുന്ന ആൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിലും അതൊന്ന് കേട്ടിരുന്നു കൊടുക്കുക എന്നത് വലിയൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ധാരാളം കേട്ടിരുന്നു കൊടുക്കുന്ന ഒരാളായി. മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ ഒരു റസൂലുള്ളാഹി അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മാനസികമായി അത്ര സുഖമില്ലാത്തൊരു സ്ത്രീയാണ്, പക്ഷെ റസൂലിന്റെ കൈ പിടിക്കും. റസൂലിന്റെ കൈ പിടിച്ച് റസൂലിനെ കൊണ്ടാക്കാൻ നടക്കും. അതിന് റസൂൽ അതിന് മുന്നു കൊടുക്കും. അത് കൈ കുടഞ്ഞി മാറ്റി നീ ഒന്ന് പോ എന്ന് പറഞ്ഞ് മാറ്റൊന്നുമില്ല. അതങ്ങനെ കൊണ്ടങ്ങനെ നടക്കും. അതിന് വിചാരിക്കുന്നിടത്തൊക്കെ കുറേ നടക്കും. റസൂലിന്റെ കൂടെ അങ്ങനെ നടന്നിട്ട് പിന്നെ അത് അവസാനിക്കുന്നത്. അത് യഥാർത്ഥത്തില് മാനസികമായി വിഷമുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീ ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം റസൂലിനെ വളരെ സ്നേഹിച്ചിരുന്ന, റസൂലുമായി വളരെ ഒട്ടിയിരുന്നിരുന്ന ധാരാളം ആളുകളുണ്ടായി. ആ കൂട്ടത്തിലുള്ള പല ആളുകളുടെ അടുക്കിലേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കയറി ചെന്ന് അവരെ പോയി സമാധാനിപ്പിക്കും. നമ്മൾ സാധാരണ നിലക്ക് ഒരാൾ മരിച്ചായാലും 3 ദിവസമാണ് അവർക്ക് അതില് സാധാരണ ജീവിതത്തിലേക്ക് വരണം. 3 ദിവസം കഴിയുമ്പോഴേക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരണം. ആ 3 ദിവസത്തിന്റെ ഇടയ്ക്ക് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാം. ഒരു അനുവദനീയമായ കാര്യമാണ്. ശ്രദ്ധിക്കാം, അത്തരം കാര്യങ്ങൾ നമുക്ക് അവരെ ആശ്വാസത്തിന്റെ വാക്കുകൾ അവരിലേക്ക് എത്തിക്കാം. പക്ഷെ 3 ദിവസം കൊണ്ട് ഇടയ്ക്ക് തന്നെ ചെയ്തോളണം എന്നല്ല. 3 ദിവസം കഴിഞ്ഞാലും ഒരാഴ്ച
അതുപോലെ ആഹ്ലത്തിലൊക്കെ നിങ്ങൾക്ക് തുണയായുണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് പല മേഖലയിൽ നമുക്ക് കഴിയുന്ന ഒരു സംഗതിയാണ്. അത് കുടുംബത്തിലായാലും മക്കളാണെങ്കിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏത് ആളുകളാണെങ്കിലും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അശ്അരി കുടുംബത്തിന്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നു. ഇന്നൽ അശ്അരിയീന ഇദാ ഖല്ല സാദുഹും ജമാഅ കുല്ലു മിൻഹും അഇദും മിൻ തആമിൻ സുമ്മ ഫറഹു സുമ്മ ഇക്തസബു ബൈനഹും ബിസ്സബിയ. അശ്അരി കുടുംബത്തെ റസൂലുള്ളാഹി പറഞ്ഞു, വളരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും പറയുകയുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, ആ കുടുംബത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നാൽ, അവരുടെ ഭക്ഷണം കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എല്ലാവരോടും ഉള്ളത് എല്ലാവരോടും കൊണ്ടുവരാൻ. അങ്ങനെ എല്ലാവരും അവരുടെ വീട്ടിലുള്ള കുറച്ചുള്ള ആൾ കുറച്ചു കൊണ്ടുവരും, ധാരാളം ആളുകൾ ധാരാളം കൊണ്ടുവരും. അങ്ങനെ ആ ഭക്ഷണ സാധനങ്ങൾ ഒന്നാകെ ഒരുമിച്ച് കൂട്ടും, ഉള്ളതെല്ലാവരും കൊണ്ടുവന്നിട്ട് എന്നിട്ട് എല്ലാവരും തുല്യമായ ഓഹരി വെച്ചെടുക്കും. അങ്ങനെ ഒരു രീതി അവര്. അപ്പോ കൂട്ടത്തിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റ് വിഷമമുള്ള ആളുകളാണെങ്കിൽ എല്ലാവരും കൂടി അതിനെ ഒരു പരിഹാരം കണ്ട് എല്ലാവരും തുല്യമായി അതെടുത്ത് ഉപയോഗിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫഅനമിൻഹും വഹും മിന്നി, ഞാനും അവരെ പോലെ തന്നെയാണ്, അവരും എന്നെ പോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി അതിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയുണ്ടായി. അപ്പോ ഒരു സംഘമായി കൂട്ടമായി ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി അവരുടെ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കൂടിയിട്ട് അതിന്റെ ഗുണം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഒരു കുടുംബപരമായി അങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസത്തിന്റെ വശമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ കാലഘട്ടം അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പട്ടിണിയുടെ കാലഘട്ടത്തിൽ. ആ പട്ടിണിയുടെ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ചില വാക്കുകൾ ചരിത്രം എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് പറയാറുണ്ടായിരുന്നു, വയറെ, തന്റെ വയറിനോട് അബൂബക്കർ സിദ്ദീഖ് പറയും എന്നാണ് ചരിത്രത്തിൽ. ഏതായാലും ആ ആശയം അബൂബക്കർ സിദ്ദീഖ് പറയും, വയറിനോട് പറയും, അടങ്ങു വയറെ അടങ്ങ്, എന്റെ ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ഈ കുട്ടികൾക്ക്, മുസ്ലിങ്ങളിൽ ഓരോ കുട്ടിക്കും മാംസം രുചിക്കാൻ കഴിയുന്നവരെ നിനക്ക് മാംസം രുചിക്കാൻ കഴിയില്ല എന്ന് വയറിനോട് പറയുമായിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ ആലങ്കാരികമായിരിക്കും. ഏതായാലും ആ രീതിയിൽ നാട്ടില് എല്ലാ ആളുകളും വളരെ വിഷമവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നോക്കുമ്പോൾ നാട്ടിൽ പണമുള്ള ആളുകൾ അവരുടെ പണം അനുസരിച്ച് അതനുസരിച്ച് അവർ ജീവിക്കുക, ആ ഒരു രീതിയല്ല ഇസ്ലാമിൽ. അവരുടെ പണവും അവരുടെ ജീവിത രീതിയിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ ഉമർ ബിൻ ഖത്താബിന് ഒരു മാംസം കഴിച്ച് മാംസം വാങ്ങി കഴിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടല്ല, തന്റെ വയറിനോട് മാംസം നോക്കുമ്പോൾ ചോദിക്കേണ്ട വയറെ, കാരണം നാട്ടിൽ കഷ്ടപ്പാടാണ്, ദുരിതാണ്, പട്ടിണിയാണ്, നാട്ടിലുള്ളവർക്കൊക്കെ അത് കിട്ടട്ടെ എന്നിട്ടേ നിന്റെ നിനക്കത് കിട്ടുള്ളൂ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് വിഷമം പറഞ്ഞ് നമുക്ക് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കയ്യൊക്കെ തഴമ്പ് പൊട്ടി വിഷമിക്കുന്ന വിഷമം റസൂലിന്റെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരു വൃത്യനെ, റസൂലെ ഒരുപാട് വൃത്യന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരിൽ ഒരു വൃത്യനെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ചില പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഈ നാട്ടിൽ ആളുകൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റസൂലിന്റെ മോൾക്ക് ഒരു വൃത്തിയെ നൽകിക്കൊണ്ട് ഞാൻ നൽകുകയോ എന്ന് ചോദിക്കുകയില്ല. അതെന്താണ്? ആ രീതിയാണ്. നാട്ടില് ഒരു വൃത്തിയെ കൊടുക്കാൻ റസൂലിന് സാധിക്കാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, വീട്ടിലൊരു വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളെ പരിഗണിച്ചുകൊണ്ടേ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പാടും. വീട്ടിലെ ആഘോഷങ്ങളും പരിപാടികളും മറ്റൊക്കെ അയാൾക്കൊരു വിഷം ഉണ്ടാകുന്ന രീതിയിൽ അത് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഏത് സന്ദർഭത്തിലും നമ്മൾ ഒരാളെ സഹായിക്കാൻ തുനിയുന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലാഹു ഫീ
കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നീക്കാൻ വേണ്ടി ആശ്വസിപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ജീവിതത്തിൽ അവർക്ക് വരുന്ന പ്രതിസന്ധികളിൽ അള്ളാഹു അവരെ കൂടെ നിന്ന് അവരെ സഹായിക്കും. ഇത് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. അതുപോലെ ആളുകളോട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതും ഒരു വലിയ വാഗ്ദാനാണ്. അപ്പൊ നമ്മൾക്ക് നമ്മൾ വിചാരിക്കും പോലെയല്ല നമ്മളുടെ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹു നിയന്ത്രിക്കുന്നതിന് ഉള്ള ചില നിയമങ്ങളും നിയമാവലികളും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ മറ്റുള്ളവരുടെ കഷ്ടപ്പാടും ദുരിതവും അത് നമ്മൾ ഏറ്റെടുക്കുകയും അഥവാ നമ്മൾ അതിനെ ആശ്വസിപ്പിക്കുന്ന ഭാഗം ഏറ്റെടുക്കുകയും ചെയ്താൽ അതിന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മൾ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളൊക്കെ സുബ്ഹാനഹുവതആലയുടെ സഹായം ആ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അയാളുടെ ബാധ്യതകൾ അത് അയാൾക്കൊരു ആശ്വാസം ഒരാൾ നൽകി കൊടുത്താൽ, ബാധ്യതകൾ സാമ്പത്തികമോ മറ്റൊക്കെ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ തെറ്റുകൾ അത് അല്ലാഹു മാറ്റി കൊടുക്കും, ഒഴിവാക്കി കൊടുക്കും, ഇല്ലാതെയാക്കി കൊടുക്കും. ഒരു മനുഷ്യന്റെ നന്മയെ പറ്റി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. ആ മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ അയാളുടെ അടുക്കൽ കാര്യമായൊന്നും അമലുകൾ കാര്യമായൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അയാൾ ഓർത്തു നോക്കാൻ പറഞ്ഞു എന്തൊക്കെ അമലുകൾ മറ്റൊന്നും ചെയ്ത അമലുകൾ. നന്മയുടെ ഭാഗം ഓർത്തു നോക്കാൻ പറയുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ നന്മയുടെ അമലുകൾ ഓർത്തു നോക്കാൻ പറയുമ്പോൾ അയാൾ പറയുന്നത്, പഠിച്ചോനെ ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, എനിക്ക് കുറെ ഏജന്റുമാരുണ്ടായിരുന്നു. പക്ഷെ ആ ഏജന്റുമാരൊക്കെ പണം പിരിക്കാൻ പോകുമ്പോൾ ഞാൻ അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാറുണ്ടായിരുന്നു. ബുദ്ധിമുട്ടി പ്രയാസപ്പെടുന്ന ആളുകൾ നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെട്ടവർക്ക് അവർക്ക് അവധിയൊക്കെ നീട്ടിക്കൊടുക്കണം, അവർക്ക് ആശ്വാസം നൽകണം എന്ന് ഞാൻ അവരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. പഠിച്ചോനെ ഞാനത് നിർദ്ദേശിച്ച പിന്നെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ വിഷമിക്കുന്ന ഒരു സമയം വരുമ്പോ അള്ളാഹു എനിക്കും ഇങ്ങനെ ആശ്വാസം നൽകുമല്ലോ എന്നൊരു ബോധമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് അള്ളാഹുവോട് ആ മനുഷ്യൻ പറയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം പ്രവേശനത്തിന് അനുമതി നൽകുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്ന സംഗതി ഉണ്ടല്ലോ, ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം വളരെ കടുത്തുപോയ ആളുകൾക്ക് അവർക്ക് വലിയ നാശമാണ്, നരകത്തിലെ നാശമാകുന്ന ശിക്ഷ അവർക്കുള്ളതാണ്. അപ്പൊ ഹൃദയം കാഠിന്യമാകാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലികും, നീ ഒരു കടുത്ത ഹൃദയമുള്ളവരും അതുപോലെ തന്നെ നനവില്ലാത്ത ഹൃദയമുള്ളവരുമായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, നിന്റെ ചുറ്റും നിന്നൊക്കെ ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു, ആളുകൾ ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല. ആ രീതിയിൽ മനസ്സുള്ള മനുഷ്യൻ. അപ്പൊ എപ്പോഴും നനവുള്ള മനസ്സ്, അതുപോലെ തന്നെ മറ്റുള്ളവരോടും ജീവികളോടും മനുഷ്യരോടും ഒക്കെ സ്നേഹവും ദയയുമുള്ള ഒരു മനസ്സ്, അവരൊക്കെ സഹായിക്കാവുന്നിടത്തോളം സഹായിക്കണമെന്ന മനസ്സ്, ബുദ്ധിമുട്ടുന്നവരെ ആശ്വസിപ്പിക്കേണ്ട മനസ്സ്, അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു രോഗിയെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പോയി അയാൾ രോഗിക്ക് വിഷമുണ്ടാകുന്ന രീതിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖൂം ഇൻഷാ അല്ലാഹ് എന്നാണ് നിങ്ങൾ രോഗിയോട് പറയേണ്ടത് എന്നാണ്. അവർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. തഖൂം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സുഖം, എല്ലാം സുഖമാകും. അല്ലാഹു ഉദ്ദേശിച്ചാൽ എല്ലാം തഖൂറാകും, ശുദ്ധമാകും, സുഖമാകും എന്നാണ്. അപ്പൊ സുഖമാകും എന്ന ഒരു സന്ദേശം കൊടുത്ത് ആ രോഗിയുടെ മനസ്സിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല സുഖമാകും എന്ന് തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരു രോഗിക്ക് നൽകേണ്ട സന്ദേശം. കാരണം ഒരു രോഗം അള്ളാഹുവിടെ ഇറക്കിയിട്ടുണ്ടോ എങ്കിൽ അതിനൊരു മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ മരുന്നിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ആ മരുന്ന് നമ്മൾ അലോപതി മാത്രം എടുക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ടില്ല. ചിലപ്പോൾ അലോപതി മുഖേനയാകാം, ഹോമിയോപതി മുഖേനയാകാം, അതുമല്ലെങ്കിൽ ആയുർവേദം മുഖേനയാകാം, അതല്ലെങ്കിൽ യുനാനി മുഖേനയാകാം. പല രീതിയിലുള്ള ചികിത്സാ രീതികളും നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അറിയിച്ചു കൊടുത്ത ചികിത്സാ രീതികളാണ്. ചില ചികിത്സാ രീതിയിൽ ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ചിലതിൽ അത്ര ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. ആ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നതിലൂടെ മാത്രമേ ശമനം ഉണ്ടാവുള്ളൂ, ഇന്ന രീതിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി മരുന്നില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ക്യാൻസറിന് മരുന്നില്ല എന്ന്
അത് മോശമാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഏത് രോഗവും അള്ളാഹുവിന്റെ വിധി, അത് ഏതെന്ന് അറിയില്ല. ഏത് രോഗവും മനുഷ്യന് വരാം. അതൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ആ രോഗം വന്നാൽ അതിന് എന്ത് ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. അതിന് ചികിത്സിക്കണം. ചികിത്സ അള്ളാഹു നിശ്ചയിച്ച കതിരെത്തുമ്പോൾ, അള്ളാഹ് നിശ്ചയിച്ച സമയത്തുമ്പോൾ മനുഷ്യൻ മരിക്കും. നമ്മൾ മരിക്കുന്നത് രോഗം കൊണ്ടാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയണ്ട. അത് അള്ളാഹു നിശ്ചയിച്ച കതിര്, അത് ഏതായാലും അവിടെ എത്തുമ്പോൾ മനുഷ്യൻ മരിക്കും. അപ്പൊ ആ സമയം അതുകൊണ്ട് തന്നെ നമ്മൾ രോഗികളെ രോഗം ഉണ്ടാകുന്നതിന് ഒരു മാനക്കേട് വിചാരിക്കേണ്ടതില്ല. മറിച്ച് രോഗികളെ സന്ദർശിക്കാൻ ഇസ്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ചില കീമോതെറാപ്പി പോലത്തെ സംഗതികളൊക്കെ ചെയ്യുമ്പോൾ സന്ദർശിക്കുന്നത് ദോഷകരമോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ചെറിയ രോഗങ്ങളോ അണുക്കളോ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യത. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശം പാലിക്കുക. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാലോ. രോഗിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. രോഗി ഹോസ്പിറ്റലിലാണ്, വാതിൽ അടച്ചിരിക്കുകയാണെങ്കിൽ വാതിലിന്റെ പുറത്ത് പ്രാർത്ഥിക്കാം. ഇപ്പുറത്തിൽ നിന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന വലിയൊരു കാര്യം. രോഗികളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. രോഗമായി കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മരുന്ന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പുണ്യം ചെയ്യാൻ, അതിനേക്കാൾ ഏറ്റവും വലിയ ഫലപ്പെടുന്ന ഒരു സംഗതി പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ പ്രാർത്ഥന ആളുകളിൽ നിന്ന് ലഭിക്കുക, നമ്മളെ രോഗം സന്ദർശിക്കുന്ന ആളുകളിൽ നിന്ന് ആ പ്രാർത്ഥന ലഭിക്കുക എന്നതൊരു വലിയ നിധിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രാർത്ഥനകളും അതൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഏത് സന്ദർഭത്തിലും ആശ്വാസത്തിൻ്റെതല്ലാത്ത ഒരു വഴി നമ്മൾക്ക് പാവപ്പെട്ട ആളുകളുടെ മുമ്പിൽ നമ്മളില്ല. അവരല്ലെങ്കിൽ രോഗികളുടെ മുമ്പിൽ നമ്മളില്ല. ഒരാൾക്ക് മാരകമായ രോഗം പിടിപെട്ടത് ചിലത് നമ്മൾ കാണും. നമുക്ക് കാണുമ്പോൾ തന്നെ പഠിച്ചോനെ ഈ രോഗം എനിക്ക് പിടിപെടാതെ ഇരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭീതിതമായ രോഗങ്ങൾ കാണുന്ന ആളുകൾ പഠിച്ചോനെ ഈ തരം രോഗങ്ങൾ കൊണ്ട് എന്നെ നീ പരീക്ഷിക്കണ്ടേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രോഗം പിടിപെടാതെ എന്നെ നീ രക്ഷപ്പെടുത്തിയതിന് അല്ലാഹുവേ നിനക്ക് നന്ദി എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി തന്നെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്, ഇമാം നബവിയൊക്കെ അതിന്റെ ശാഖയിൽ പറഞ്ഞത്, ആ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ സ്വകാര്യമായി പ്രാർത്ഥിക്കാവൂ. ആ രോഗിന്റെ മുമ്പ് പഠിച്ചോനെ ഈ ജാതി രോഗം ഇനി എനിക്ക് തരല്ലേ എന്ന് നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ സ്വകാര്യം മനസ്സിനെ പ്രാർത്ഥിക്കാവൂ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിൽ ആ പ്രാർത്ഥിക്കുന്നത് ഈ രോഗിക്ക് വിഷമമുണ്ടാവും. രോഗം നിൽക്കുന്ന ആൾക്ക് വിഷമമുണ്ടാവും. അപ്പൊ രോഗിയുടെ അടുക്കൽ നിന്ന് രോഗിക്ക് വിഷമകരമായ കാര്യങ്ങൾ പറയാതിരിക്കുകയും ആ രീതി സംസാരിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് മാന്യതയാണ്. ഇസ്ലാം നിർദ്ദേശിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ രോഗിന്റെ അടുക്കൽ പോയിട്ട് പല സന്ദർശകരും ചെയ്യുന്നത് പോലെ രോഗിന്റെ അടുക്കൽ പോയി നാട്ടിൽ ആ രോഗം പിടിപെട്ടി മരിച്ച ആളുകളെ മുഴുവൻ പറഞ്ഞ് പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഇൻഷാ അല്ലാഹ് പോലത്തെ കാര്യങ്ങളാണ് നമ്മൾ അത്തരം സംഗതികളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു രീതി അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉള്ളത്. ആ ആശ്വാസം നൽകുന്നത് പല തലങ്ങളിലാകാം. ഏത് തലങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് രോഗികൾക്ക് ആശ്വാസത്തിന്റെ തണലേകേണ്ട ബാധ്യത ഉള്ള ഒരു സമൂഹമാണ് നമ്മൾ. ആ ഒരു മനസ്സുണ്ടാകേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയെ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾക്ക് ചുറ്റും രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വുദൂഇനെ പറ്റി പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വുദൂ എടുക്കുമ്പോൾ വളരെ അശ്രദ്ധ നമ്മുടെ ആളുകളിൽ കാണുന്നു. ഇപ്പോ സൂറത്തുൽ വായിലയിൽ പറയുന്ന ഈ ആയത്തിൽ വുദൂഇൽ നിർബന്ധമായി നമ്മൾ കഴുകേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ നമസ്കാരത്തിന് നിൽക്കുകയാകുമ്പോൾ, നമസ്കാരത്തിന് ഒരുങ്ങിയാൽ ഫഗ്സിലൂ വുജൂഹക്കും, മുഖം നിങ്ങൾ കഴുകണം, വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം, വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവണം, വഅർജുലക്കും ഇലൽ കഅബൈനി, നിങ്ങളുടെ കാൽ
നെരിയാണി അടക്കം നിങ്ങൾ കഴുകുകയും ചെയ്യണം. ഈ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒന്നു എടുക്കുമ്പോൾ സാധാരണ മുൻകൈ കഴുകും, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കും, മൂക്കിൽ വെള്ളം കയറ്റും, ചീറ്റും, പിന്നെ മുഖം കഴുകും. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ 4 കാര്യങ്ങളുണ്ട്. ഒന്ന് മുഖം കഴുകുക, അതുപോലെ മുട്ട് ഉൾപ്പെടെ കൈ കഴുകുക, തല തടവുക, കാല് നെരിയാണി ഉൾപ്പെടെ കഴുകുക. ഈ 4 പറ്റി അത് നിർബന്ധ ഘടകം, റുക്കനുകൾ നിർബന്ധം. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവായാൽ പിന്നെ ഒതു അല്ലാതായി മാറും. അത് രണ്ടാമത് കഴുകണം. നേരെ മറിച്ച് കൊപ്പിടിക്കാൻ നമ്മൾ മറന്നുപോയാൽ അത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇത്ര നിർബന്ധമുള്ള സംഗതിയാണ്. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് സുന്നത്ത് പ്രകാരം ഓരോന്നും കൃത്യമായി ചെയ്യണം. പക്ഷെ ഇതിന് കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 4 സംഗതിയാണ്. എന്നാൽ ഈ 4 നിർവഹിക്കുന്നിടത്തും ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ അലംഭാവം ആളുകൾ കാണും. വായിൽ ധാരാളം വെള്ളമിട്ട് കൊപ്പിളിച്ച് മൂക്കൊക്കെ നന്നായി ചീറ്റി ഇതാക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും അവർ കാല് കഴുകുകയാണെങ്കിൽ നെരിയാണിയുടെ പല ഭാഗങ്ങളും കഴുക കാണാത്ത രീതി അല്ലെങ്കിൽ വെള്ളം വെക്കാത്ത രീതിയിൽ കാല് കഴുകുന്നത്. അതുപോലെ കൈ കഴുകുമ്പോൾ അവരുടെ മുട്ടുൾപ്പെടെ ഭാഗം വെള്ളം പറ്റണമെന്ന് അറിയാത്ത കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ നമ്മുടെ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ഒതുടുപ്പിനെ കാണുമ്പോൾ യാതൊരു ശ്രദ്ധയില്ലാത്തത് പോലെയാണ് ചെയ്യുന്നത്. അത് വളരെ പൂർണ്ണമായി കഴുകാൻ പറഞ്ഞ ഭാഗം ശരിയായി കഴുകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം ചെയ്ത് മടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ സഹാബിമാർ ഒതുടുക്കുന്നത് കണ്ടപ്പോൾ ചില സഹാബിമാരിലെ അവരുടെ കാല് കഴുകുമ്പോൾ നെരിയാണി കഴുകാതിരിക്കുന്ന അല്ലെങ്കിൽ നെരിയാണിയിൽ വെള്ളം പറ്റാതിരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു പറയുകയുണ്ടായി, വൈലുൽ അഖാബിനാർ, ഈ നെരിയാണിക്ക് അല്ലെങ്കിൽ കാലിന്റെ പിൻഭാഗത്തിൽ അഖാബിനാർ നരകത്തിൽ നിന്നുള്ള ശിക്ഷ എന്ന് റസൂലുള്ളാഹി വിളിച്ചു പറയുന്നത് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഒതുവെടുക്കുമ്പോൾ ഒന്ന് സാവകാശത്തിൽ ഒതുവെടുക്കുക, അത് കഴുകേണ്ട ഭാഗം ശരിയായ രീതിയിൽ കഴുകുക. വെള്ളം ധാരാളം ഉപയോഗിക്കുന്നവരാണ് നമ്മളെ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്താൽ കേരളീയരായ നമുക്കുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക് ഏതാനും ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ കഴുകേണ്ട ഭാഗം ശരിയായ രീതിയിൽ കഴുകുക. മുഖം കഴുകുമ്പോൾ മുഖം മുഴുവൻ കഴുകുക. മുഖത്തിന്റെ ചെവിയോടടുപ്പിച്ച ഭാഗങ്ങളൊന്നും വെള്ളം നനയുന്നില്ല, അല്ലെങ്കിൽ കാല് കഴുകുമ്പോൾ പിൻഭാഗം വെള്ളം നനയുന്നില്ല, കൈ കഴുകുമ്പോൾ മുട്ടിന്റെ അടുത്ത് വെള്ളം നനയുന്നില്ല. ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലമാണ് പ്രത്യേകമായി പറഞ്ഞ 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങളുടെയും ഈ കഴുകുന്നിടത്ത് അത് വളരെയധികം അലംഭാവം നമ്മൾ കാണുന്നുണ്ട്. ആ അലംഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒതുവെടുക്കുന്നപ്പോൾ അത് കൃത്യമായി തന്നെ ശരിയായ രീതിയിൽ ഒതുവെടുക്കണം. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.